ഒരു കാര്യം ചേട്ടാന്നൊന്നും വിളിക്കുന്നില്ല, കുഞ്ഞിന്റെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞ്, നാട് എവിടെയാന്നും ചേട്ടൻ്റെ വീട്ടുകാരെ കുറിച്ചും. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ കോട്ടയത്താണ്. നമ്മള് ഒരേ ജില്ലക്കാരെ, ഒരേ മുനിസിപ്പാലിറ്റിക്കാരാണ്. കോട്ടയത്ത് സംക്രാന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. സംക്രാന്തി എന്ന് പറയുന്നത് കോട്ടയം നിന്ന് 4 കിലോമീറ്റർ കഴിയുമ്പോൾ. പിന്നെ വീട്ടില് വൈഫ്, ഭാര്യ. മനസ്സിലായില്ലാതെ വൈഫ് എന്ന് പറഞ്ഞ ഭാര്യ അല്ല, അല്ല ഉൾക്കൊള്ളാത്ത പോലത്തെ ഒരു. അതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചേട്ടൻ പറയും വൈഫ്. എനിക്ക് വൈഫ് പറ്റിയാലെന്നുള്ളതാണോ? അതേ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. വൈഫ് 3 കുട്ടികൾ. അതും പറ്റിയല്ലേ? അതും പറ്റും. വേഗം പറഞ്ഞു. പിന്നെ ഒരു എന്താ ഒരു മ്ലാനത പോലെ മുഖത്ത്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. 3 കുട്ടികള്, വൈഫ്. മൂത്ത 2 പെൺപിള്ളേരാണ്, എല്ലാവരും ആൺകുട്ടിയാണ്. മൂത്ത 2 പേരെയും കെട്ടിച്ചു വിട്ടു. അത് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലേ? സത്യം എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാ പരിപാടികളും എല്ലാം തീർന്നു. ഇനി ഒരു 5 ഉള്ളവൻ പഠിച്ചോണ്ടിരിക്കുകയാണ് BBAക്ക്. നാഷ്മിൻ നിഷാന നാഷിൻ. അടുത്ത് വന്ന് കുഞ്ഞല്ലേ? ഞാനോ? ഞാൻ അങ്ങനെ എന്നെ തന്നെ പറയുന്നേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിലേ അതുകൂടെ ഇരിക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞു പോകുന്നു. മനസ്സിലായല്ലോ അല്ലേ? കുഞ്ഞല്ല, അല്ല അല്ല, ചേട്ടനാണ്. അതെ, അതാ. ഇനിയിപ്പം കുഞ്ഞെന്നുള്ളൊരു പരിഗണന ഞാൻ അങ്ങ് വിട്ടു. ഓ, അതാണോ നേരത്തെ ഉൾക്കൊള്ളാഞ്ഞത്? അതല്ലേ, ഇത് എന്നാ ചേട്ടായി പറഞ്ഞേ? ഈ കുഞ്ഞിനെ അവിടെ ഇരുത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ വാത്സല്യത്തോടെ, അയ്യോ പാവ സ്നേഹത്തോട് ഓടി പോകുന്നതല്ലേ, അന്നേരം നമ്മൾ ആ ഒരു പരിഗണന കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചേ. എന്നാലും നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് വർത്താനം പറയാൻ കോട്ടയംകാരനല്ലയോ, അന്നേരം പിന്നെ ഈ പറഞ്ഞുകൊണ്ട് എന്നാ പറയാ, മറയൊന്നും വേണ്ട, നല്ലതായിട്ട് വർത്താനം പറയാം. ഇനിയിപ്പോ അതങ്ങനെയല്ല, ഞാൻ ആ ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ കൊടുത്തേച്ച് വേണം വർത്താനം പറയാൻ. എന്നോട് ചോദിക്കുന്നതിന് ഒരു മറയും വേണ്ട, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്നു ചോദിക്കാം. എല്ലാത്തിനും ഞാൻ മറുപടി പറയും. ആന്നോ? അത് ശരി. അപ്പൊ ചേട്ടൻ ഭയങ്കര ഈ പറഞ്ഞ അല്ലേലും കോട്ടയംകാരൻ അങ്ങനെ തന്നെയാന്നേ. ഓ, ഈ പറഞ്ഞ കൂട്ട് മറയൊന്നും താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലുള്ള മനസ്സൊക്കെ നല്ല തങ്കപ്പെട്ട മനസ്സാണ്, ശുദ്ധമായിരിക്കും. അതാണ് എനിക്ക് ഉള്ള നേരം എന്നും പറഞ്ഞ ഉള്ള കാര്യം ഞാൻ പറയാം. എല്ലാരും ചിത്ത മനസ്സുള്ളവരല്ലെന്നല്ല, ആണെന്നല്ല ഞാൻ പറയുന്നത്, ഉദ്ദേശിച്ചത്. അല്ല, എങ്കിലും അതൊരു സ്വാർത്ഥ ചിന്തയാണ് അല്ലെ? നമ്മൾ നമ്മുടെ നാടിനോട് ഒരു കൂറ് അല്ലെ, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമല്ല. പിന്നെ ചേട്ടാ, ഈ നമുക്ക് ഈ മിമിക്രി എന്നാന്നു ചേട്ടൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ലൈഫ്, ഐ മീൻ ഈ അതായത് ആ മിമിക്രിയിലേക്ക് വന്നതും പിന്നെ സിനിമയിലേക്ക് വന്നതും, ഫസ്റ്റ് ടൈം മിമിക്രിയിലേക്ക് എൻട്രിങ്, അത് ഇത് പറഞ്ഞിട്ട് ചേട്ടനായിട്ട് ട്രാവൽ ചെയ്താണോ, എങ്ങനെയാണോ? ഞാൻ ഒരു 16-ാമത്തെ വയസ്സിൽ മിമിക്രിയിലേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് ഇതുവരെ ഞാൻ വേറെ പണിക്കൊന്നും പോയിട്ടില്ല. ഈ മിമിക്രി കൊണ്ട് തന്നെയാണ് ജീവിതം നടന്നുപോയി. 16 വയസ്സിന് മുമ്പോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. ഒത്തിരി വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല, വലുതായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എൻ്റെ ചെറുപ്പത്തിലേ തന്നെ വാപ്പ മരിച്ചുപോയി. അതായത് എനിക്കൊരു 6 വയസ്സൊക്കെ ഉള്ളപ്പം മരിച്ചുപോയി. എൻ്റെ താഴോട്ടാണ് ബാക്കിയുള്ള കുട്ടികൾ. പിന്നെ ഒരാൾ മേളിലുണ്ട്, പക്ഷെ ആ ആള് ഞങ്ങളുടെ കൂടെയല്ല, വാപ്പാടെ നാടായ തലയിലപ്പുറമ്പിലായിരുന്നു. അപ്പോൾ ഈ താഴോട്ടുള്ളവർ നോക്കേണ്ട ഉത്തരവാദിത്വം എന്നിലായപ്പോൾ എൻ്റെ പഠിത്തം അവിടെ വെച്ച് ബ്രേക്കായി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയായിരുന്നു. അന്ന് ആ കാലത്തൊക്കെ ഈ വാപ്പയൊക്കെ ഇല്ലാത്തവരെ പഠിപ്പിക്കുന്ന നോക്കുന്നൊക്കെ ഒരു യത്തീംഖാന എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കോഴിക്കോട്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ നിന്ന് ഈ നോമ്പ് മാസത്തിലാണ് അവിടെ അവധിയുള്ളത് സ്കൂളുകൾക്ക്. നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലത്തെ അവധി അവിടെ നോമ്പ് മാസത്തിലാണ്. ആ അവധിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ഈ അവിടെ കൊണ്ട് പഠിപ്പിക്കുന്ന ആൺകുട്ടികളെ മാത്രമല്ല, പെൺകുട്ടികളെ എല്ലാവരും ഉണ്ട്. അവിടെ 1000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. അപ്പൊ ഇവിടുന്ന് ചേട്ടനെ മാത്രം ഇവിടുന്ന് ഞങ്ങളുടെ പള്ളിയിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, ഇത് ഇന്ന ആളാണ്, ഇവിടെ നിവൃത്തിയില്ലാത്തതാണെന്നുള്ള അവിടുത്തെ തെളിവൊക്കെ ആയിട്ട് വേണം അവിടെ കൊണ്ട് ആക്കാനായിട്ട്. അവിടെ സാധാരണ വാപ്പായും ഉമ്മായും അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവരെ പഠിപ്പിക്കുന്നതാണ് ഈ ഓർഫനേജ്. അപ്പോൾ അവിടെ പോയി പഠിച്ചിട്ട് അവിടെ നിന്ന് കുറേ അറബികൾ അവിടെ എല്ലാ വർഷവും സന്ദർശിക്കാൻ വരും. അപ്പോൾ അങ്ങനെ ഒരു വർഷം സന്ദർശിക്കാൻ വന്നപ്പോൾ ഞാൻ അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് അവിടെ ഒരാൾ എഴുതുന്ന ഒരു പാട്ട് പാടിയപ്പോൾ ഈ അറബികൾ ഒരാൾക്ക് 101 രൂപ വെച്ച് ഈ 10 പേർക്ക് 1000 രൂപ അന്ന് ഡൊണേഷൻ തന്നായിരുന്നു. അതിൻ്റെ ആ 100 രൂപ ഞാൻ അവിടുത്തെ സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ലീവിന് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വണ്ടിക്കൂലി കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഈ 100 രൂപ അവിടെ നിന്ന് 5ഉം 10ഉം 2ഉം ഒക്കെ വാങ്ങിച്ച് ഒരു 80 രൂപ വരെ മിച്ചം ഉണ്ടായിരുന്നല്ലോ. 20 രൂപ തീർന്നു. ബാക്കി 80 രൂപയും വെച്ച് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടു. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അതോടുകൂടി പഠിത്തം അവിടെ വെച്ച് ക്ലോസ് ആയി. അങ്ങനെയാണ് ആ കാലഘട്ടം. പിന്നെ അത് കഴിഞ്ഞ് മീൻ വിൽക്കാൻ പോയി, സായന പേപ്പർ ഇടാൻ പോയി, ആക്രി വറക്കാൻ പോയി, അങ്ങനെ കുറേ പണികൾ ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ സപ്ലയറായിട്ട് നിന്നിട്ടുണ്ട് ജീവിതത്തിൽ. പിന്നെ അങ്ങനെയൊക്കെ വന്നെങ്കിൽ അതിനൊരു നേട്ടം ഇപ്പം ദൈവം തമ്പുരാൻ എന്തായാലും നോക്കി വെക്കുമല്ലോ. പുള്ളിയുടെ ഒരു കണ്ണെപ്പോഴും എല്ലാ മനുഷ്യരിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കണ്ണെന്നിലുണ്ടായിരുന്നു.
ആ കണ്ണാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചേട്ടാ, എനിക്കിപ്പോ ചേട്ടൻ്റെ വർത്താനത്തിൽ കേട്ട ചേട്ടൻ്റെ മനസ്സ് അത്രയും നല്ല സിൻസിയർ ഹാർട്ടാണ്. അതുകൊണ്ടാണല്ലോ ദൈവതമ്പുരാന്റെ നോട്ടം ചേട്ടനിലേക്ക് വന്നത് തന്നെ. തീർച്ചയായിട്ടും. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥതയോടുകൂടിയും ആരെയും പറ്റിക്കാനും ഒന്നുമായിട്ട് ചേട്ടൻ്റെ ഒരു കർമ്മത്തിൽ പോലും ചേട്ടൻ ഉപയോഗിച്ചിട്ടില്ല. ഒന്നുമില്ല, ഇതേവരെ ഇല്ല. അതാണ് കാര്യം. പഠിക്കുന്ന കാലത്തൊക്കെ സമ്മാനം വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും സാധിച്ചില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കും 2016 സ്റ്റേറ്റ് അവാർഡ് എനിക്കുണ്ടായിരുന്നു ബെസ്റ്റ് കൊമേഡിയനുള്ള. അപ്പം സമ്മാനങ്ങൾ ചെറുത് അന്ന് തരാഞ്ഞത് അടുത്തത് എനിക്കൊരു വലുത് തരാൻ വേണ്ടിയിട്ടാണെന്നുള്ള തീർച്ചയായിട്ടും. പിന്നെ അത് കണ്ടുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും.